ഹലോ, ബിൽഡർ കരിയറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. ഇന്ന് നമ്മൾ നോക്കുന്നത് ഗ്രൂപ്പ് ഡിയുടെ ഈ ഒരു സ്റ്റഡി പ്ലാനിന്റെ ഭാഗമായിട്ടുള്ള ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ്, അതായത് ഫിസിക്സിലും കെമിസ്ട്രിയിലും അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിന് തന്നെ മാറ്റങ്ങളിലേക്ക് നയിച്ച കുറച്ചധികം ഇൻവെൻഷൻസും ഡിസ്കവറീസിനെയും കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഐക്കാർട്ടിൽ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് കൊടുക്കാം. അതിൽ പോയി കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡിയിൽ ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള NTPCയുടെ ഒക്കെ എന്ത് കിട്ടും, പ്ലേലിസ്റ്റുകൾ കിട്ടും. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകളൊക്കെ കണ്ടു നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കാണുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. ഹു ഇൻവെന്റഡ് ദ ലൈറ്റ് ബൾബ്? ബൾബ് കണ്ടുപിടിച്ചത്, ലൈറ്റ് ചെയ്യുന്ന ആ ഒരു ബൾബ് കണ്ടുപിടിച്ചത് ആരാണെന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഇൻകാൻഡസെന്റ് ബൾബ് കണ്ടുപിടിച്ചത് 1879 തോമസ് ആൽവ എഡിസൺ ആണ് എന്ത് കണ്ടുപിടിച്ചത്, ലൈറ്റ് ബൾബ് കണ്ടുപിടിച്ചത്. ഓക്കെ, തോമസ് ആൽവ എഡിസൺ 1879 ലൈറ്റ് ബൾബ് കണ്ടുപിടിച്ചത്. ഇനി ഗ്രാവിറ്റി, ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ഗ്രാവിറ്റി കണ്ടുപിടിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടൺ. അല്ലെ, ന്യൂട്ടന്റെ തലയിൽ നമ്മൾ പറയാറുണ്ട്, ന്യൂട്ടന്റെ തലയിൽ ആപ്പിള് വീണത് കൊണ്ടാണ് നമ്മൾ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഒക്കെ പഠിക്കേണ്ട വന്നത് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. 1687 ഐസക് ന്യൂട്ടൺ ഗ്രാവിറ്റി അല്ലെങ്കിൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ കണ്ടുപിടിച്ചത്. ഓക്കെ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഫോർമുലേറ്റ് ചെയ്തത് 1687. ഇനി ടെലിഫോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഫോൺ കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ടർ ഗ്രഹാം ബെൽ. അതുകൊണ്ടാണ് നമ്മൾ അതിന് ബെൽ എന്ന് പറയുന്നത് അല്ലെ. എന്നാണ് കണ്ടുപിടിച്ചത്? 1876 അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആണ് ടെലിഫോൺ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ വർഷങ്ങൾ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. ക്ലിയർ ആയില്ലേ? ഓക്കെ, അടുത്തത് ഹു ഡിസ്കവേർഡ് പെനിസിലിൻ? പെനിസിലിൻ എന്താണ്? ആന്റിബയോട്ടിക്സ് ആണ് അല്ലെ. ആന്റിബയോട്ടിക്കില് ഒരു മാറ്റം കൊണ്ടുവന്ന ഒരെണ്ണമാണ് പെനിസിലിൻ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് 1928 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെനിസിലിൻ കണ്ടുപിടിച്ചത്. അടുത്തത് ഹു ഇൻവെന്റഡ് ദ സ്റ്റീം എഞ്ചിൻ? സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് വാട്ട് ആണ് അല്ലെ. ജെയിംസ് വാട്ട് എപ്പോഴാണ്? 1765 ജെയിംസ് വാട്ട് സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചത്. 1765 ജെയിംസ് വാട്ട് സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചത്. ഓക്കെ, അടുത്തത് എയർപ്ലെയിൻ കണ്ടുപിടിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം, വിൽബർ ആൻഡ് ഓർവൈൽ റൈറ്റ് ബ്രദേഴ്സ് എന്ന് പറയുന്ന റൈറ്റ് ബ്രദേഴ്സിന്റെ കറക്റ്റ് പേര് എന്താണെന്നറിയോ? വിൽബർ ആൻഡ് ഓർവില്ലെ റൈറ്റ്. ഓക്കെ, ഓർവില്ലെ റൈറ്റ് എന്നുള്ള റൈറ്റ് ബ്രദേഴ്സ് ആണ് എപ്പോഴാണ് കണ്ടുപിടിച്ചത്? 1903 1903 ആദ്യമായിട്ട് ഒരു സക്സസ്ഫുൾ പ്ലെയിൻ യാത്ര നടത്തിയത് റൈറ്റ് ബ്രദേഴ്സ് ആണ്. അതാണ് ഇന്ന് കാണുന്ന ഫ്ലൈറ്റിലേക്ക് ഉള്ള ആദ്യത്തെ ചുവടുവയ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലാവണ്ടല്ലോ അല്ലെ. അടുത്തത് ഹു ഇൻവെന്റഡ് ദ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ആരായിരുന്നു? കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ഒരു സെക്കൻഡ്. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ആരാണ്? ചാൾസ് ബാബേജ് ആണ് അല്ലെ. ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്. ഓക്കെ, അതിന്റെ വർഷം ഒരു മിനിറ്റ് ഞാൻ ഒന്ന് നോക്കട്ടെ. ചാൾസ് ബാബേജ്, ഒരു സെക്കൻഡ് കേട്ടോ, ഞാനതിൻ്റെ 1822 ചാൾസ് ബാബേജ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ? അടുത്തത് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ആരാണ്? റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് മേരി ക്യൂറി ആണ് അല്ലെ. മേരി ക്യൂറി അല്ല കേട്ടോ, ചെറിയ വ്യത്യാസമുണ്ട്. റേഡിയോ ആക്ടിവിറ്റി, ഒരു മിനിറ്റ്, റേഡിയോ ആക്ടിവിറ്റി മേരി ക്യൂറി തന്നെ അല്ലേ? റേഡിയോ ആക്ടിവിറ്റി ഇവിടെ തെറ്റിയിട്ടുണ്ട് കേട്ടോ. ഹെൻറി ബെക്വാരൽ ആണ് കേട്ടോ. ഹെൻറി ബെക്വാരൽ ആണ് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത്. റേഡിയോ ആക്ടിവിറ്റി ഹെൻറി ബെക്വാരൽ ആണ് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത്. 1896 അദ്ദേഹം
എന്ത് കണ്ടുപിടിച്ചത്? റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് ഡൈനാമൈറ്റ്. ഡൈനാമൈറ്റ് കണ്ടുപിടിച്ചത് ആരാണ്? ഡൈനാമൈറ്റ് കണ്ടുപിടിച്ചത് ആൽഫ്രഡ് നോബൽ ആണ്. ഓക്കെ, ആൽഫ്രഡ് നോബൽ 1867 എന്ത് കണ്ടുപിടിച്ചത്? ഡൈനാമൈറ്റ് കണ്ടുപിടിച്ചത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ ഒരു തെറ്റൊന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഹു ഇൻവെന്റഡ് ദ ഇലക്ട്രിക് മോട്ടർ? ഇലക്ട്രിക് മോട്ടർ കണ്ടുപിടിച്ചത് ആരായിരുന്നു? മൈക്കിൾ ഫാരഡെ ആണ് അല്ലെ? ഇലക്ട്രിക് മോട്ടർ കണ്ടുപിടിച്ചത് മൈക്കിൾ ഫാരഡെ ആണ്. ഓക്കെ, ഒരു മിനിറ്റ്, അതിന്റെ വർഷം ഇപ്പൊ പറഞ്ഞുതരാം ഞാൻ. മൈക്കിൾ ഫാരഡെ 1821 ആദ്യമായിട്ട് ഒരു സിമ്പിൾ ഇലക്ട്രിക് മോട്ടർ ഉണ്ടാക്കിയത്. ഓക്കെ, മൈക്കിൾ ഫാരഡെ 1821 ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇലക്ട്രിക് മോട്ടർ ഉണ്ടാക്കിയത്. അടുത്തത് ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചത് ആരാണ്? ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ് അല്ലെ? ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. 1897 ജെ തോംസൺ ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചത്. 1897 ജെ തോംസൺ ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചത്. ഹു ഡിസ്കവേർഡ് ദ സ്ട്രക്ചർ ഓഫ് DNA? DNAയുടെ സ്ട്രക്ചർ കണ്ടുപിടിച്ചത് ആരാണ്? വാട്സൺ ആൻഡ് ക്രിക്ക് അല്ലെ? വാട്സണ് തോന്നിയ ക്രിക്കാണ് DNA എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതെന്താണ്? വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. ഡബിൾ ഹെലിക്സ് മോഡൽ 1953 DNA ഡബിൾ ഹെലിക്സ് മോഡൽ അല്ലെ? ഡബിൾ ഹെലിക്സ് മോഡൽ ആണ് അല്ലെ DNA എന്ന് പറഞ്ഞാല്. അത് കണ്ടുപിടിച്ചത് വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. ഓക്കെ, ഇത് ഇങ്ങനെയാണ് നമുക്ക് DNA കാണാൻ പറ്റുക അല്ലെ? ഇങ്ങനെയല്ലേ കാണാൻ പറ്റുക? അപ്പൊ അത് കണ്ടുപിടിച്ചത് വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. ഓക്കെ, അടുത്തത് ഹു ഡിസ്കവേർഡ് എക്സ്റേസ്? എക്സ്റേസ് ആരാണ് കണ്ടുപിടിച്ചത് എന്നാണ് ചോദിക്കുന്നത്. എക്സ്റേസ് കണ്ടുപിടിച്ചത് വില്യം റോൺസൺ ആണ്. 1895 1895 വില്യം റോൺസൺ ആണ് എക്സ്റേ കണ്ടുപിടിച്ചത്. ഓക്കെ, അടുത്തത് വേൾഡ് വൈഡ് വെബ് സീരീസ്. വേൾഡ് വൈഡ് വെബ് WWW എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? WWW എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എല്ലാ വെബ്സൈറ്റുകളും സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ആ WWW എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത് ആരാണ്? ടിം ബെർണേഴ്സ്-ലീ. ടിം ബെർണേഴ്സ്-ലീ ആണ് വേൾഡ് വൈഡ് വെബ് ഡെവലപ്പ് ചെയ്തത്. എന്നാണ് ഡെവലപ്പ് ചെയ്തത്? 1989 1989 ടിം ബെർണേഴ്സ്-ലീ ആണ് വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ചത്. ഓക്കെ, അടുത്തത് ഹു ഡിസ്കവേർഡ് ദ ന്യൂട്രോൺ? ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ന്യൂട്രോൺ ആരാണ് കണ്ടുപിടിച്ചത്? ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. 1932 ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ഓക്കെ, അടുത്തത് ഹു ഇൻവെന്റഡ് ദ ഫസ്റ്റ് മെക്കാനിക്കൽ കാൽക്കുലേറ്റർ? ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത് ബ്ലേസി പാസ്കൽ ആണ്. ബ്ലേസി പാസ്കൽ 1642 1642 ബ്ലേസി പാസ്കൽ ആണ് ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത്. ഇനി എന്താണ് ഇൻസുലിൻ? ഇൻസുലിൻ ആരാണ് കണ്ടുപിടിച്ചത്? ഇൻസുലിൻ നമ്മൾ ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് അല്ലെ? ഇൻസുലിൻ എന്ന് പറയുന്നത്. ബാന്റിങ് ആൻഡ് ബെസ്റ്റ് അവര് എന്നാണ് അത് കണ്ടുപിടിച്ചത്? 1921 ഫ്രെഡറിക് ബാന്റിങ് ആൻഡ് ചാൾസ് ബെസ്റ്റ്. ഓക്കെ, അതാണ് അവരുടെ ഫുൾ നെയിം. ഫ്രെഡറിക് ബാന്റിങ് ആൻഡ് ചാൾസ് ബെസ്റ്റ് 1921 ഇൻസുലിൻ കണ്ടുപിടിച്ചത്. ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ദ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ആണ് അല്ലെ? ആദ്യത്തെ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്തത് ചാൾസ് ബാബേജ് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് നമ്മൾ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഹു ഡിസ്കവേർഡ് ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ്? ബ്ലഡിന്റെ സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആള് വില്യം ഹാർവേ ആണ്. 1628 വില്യം ഹാർവേ ആണ് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ബ്ലഡ് ഒഴുകി പോകുന്നുണ്ട്, നീങ്ങി പോകുന്നുണ്ട് എന്നൊക്കെ കണ്ടുപിടിച്ചത് വില്യം ഹാർവേ ആണ്. ഓക്കെ, ഹു ഇൻവെന്റഡ് ദ ഫസ്റ്റ് സക്സസ്ഫുൾ പ്രിന്റിംഗ് പ്രസ്? ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് സക്സസ് ആയിട്ട് നമുക്കൊരു പ്രിന്റിംഗ് പ്രസ് ആരായിരുന്നു? ജോൺസ് ഗുട്ടൻബർഗ് അല്ലെ? ജോൺസ് ഗുട്ടൻബർഗ് 15ാം നൂറ്റാണ്ടിലാണ് 15th സെഞ്ചുറിയിലാണ് എന്ത് കണ്ടുപിടിച്ചത്? ആദ്യത്തെ മൂവബിൾ ടൈപ്പ് പ്രിന്റിംഗ് പ്രസ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചത് ജോഹാനസ് ഗുട്ടൻബർഗ് ആണ്. ഓക്കെ, ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ടോറിസെല്ലി ആണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത്. 1643 ടോറിസെല്ലി ആണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് ഹു ഡിസ്കവേർഡ് ദ പ്രോട്ടോൺ? പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരായിരുന്നു? റുദർഫോർഡ് ആണ്
പ്രോട്ടോൺ. ഏണസ്റ്റ് റുദർഫോർഡ് അദ്ദേഹത്തിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് വഴി 1917 പ്രോട്ടോൺസിനെ കണ്ടുപിടിച്ചത്. റുദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് വഴി 1917 പ്രോട്ടോൺസ് കണ്ടുപിടിക്കപ്പെട്ടത്. ഹു ഇസ് ക്രെഡിറ്റഡ് വിത്ത് ഇൻവെന്റിംഗ് ദ ഫസ്റ്റ് പ്രാക്ടിക്കൽ ഓട്ടോമൊബൈൽ? ആദ്യത്തെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞാൽ വാഹനം. ഓക്കെ, ആദ്യത്തെ മൂവബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വാഹനം ആദ്യമായിട്ട് ആരാണ് കൊണ്ടുവന്നത്? കാൾ ബെൻസ് ആണ്. ഓക്കെ, 1885 കാൾ ബെൻസ് ആണ് ആദ്യത്തെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള മോട്ടോർ കാർ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഹു ഇൻവെന്റഡ് ദ ഡീസൽ എഞ്ചിൻ? ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചത് ആരാണ്? റുഡോൾഫ് ഡീസൽ. ഓക്കെ, റുഡോൾഫ് ഡീസൽ ആണ് ഡീസൽ എഞ്ചിൻ 1892 റുഡോൾഫ് ഡീസൽ ആണ് ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചത്. 1892 റുഡോൾഫ് ഡീസൽ ആണ് ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചത്. ഓക്കെ, അടുത്തത് ഹു ഇൻവെന്റഡ് ദ ഫസ്റ്റ് ക്യാമറ? ആദ്യത്തെ ക്യാമറ കണ്ടുപിടിച്ചത് ആരായിരുന്നു? ജോസഫ് നിസ്ഫോർ നിപ്സ്. ഓക്കെ, ഇങ്ങനെ തന്നെയാണ് പേര് പറയേണ്ടതെന്ന് വിചാരിക്കുന്നു. ജോസഫ് നിസ്ഫോർ നിപ്സ് ആണ് ആദ്യത്തെ ക്യാമറ ഉപയോഗിച്ചുള്ള ആദ്യത്തെ ഫോട്ടോ എടുത്തത്. എന്നാണത്? 1826 ക്യാമറ ഉപയോഗിച്ചുകൊണ്ടുള്ള ആദ്യത്തെ ഫോട്ടോ ജോസഫ് നിസ്ഫോർ നിപ്സ് എടുത്തത്. ഹു ഇൻവെന്റഡ് ദ എയർ കണ്ടീഷണർ? AC. നമുക്ക് ഇന്ന് ഇല്ലാതെ ആലോചിക്കാൻ പറ്റാത്തൊരു സാധനമാണ് അല്ലെ AC എന്ന് പറയുന്നത്. ആരാണ് അത് കണ്ടുപിടിച്ചത്? വില്ലിസ് കാരിയർ ആണ്. ഓക്കെ, 1902 വില്ലിസ് കാരിയറിന്റെ കണ്ടുപിടുത്തമായിരുന്നു AC. ഓക്കെ, സ്മോൾ പോക്സിനുള്ള വാക്സിൻ ആരാണ് കണ്ടുപിടിച്ചത്? എഡ്വേർഡ് ജെന്നർ ആണ്. 1796 എഡ്വേർഡ് ജെന്നർ സ്മോൾ പോക്സിനുള്ള വാക്സിൻ കണ്ടുപിടിച്ചത്. ഓക്കെ, അടുത്തത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. മൈക്കിൾ ഫാരഡേ ആണ് അല്ലെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടുപിടിച്ചത്. 1831 മൈക്കിൾ ഫാരഡേയുടെ കണ്ടുപിടുത്തമായിരുന്നു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അടുത്തത് എന്താണ്? ഹു ഡിസ്കവേർഡ് ദ ഇലക്ട്രോൺസ് ചാർജ് ആൻഡ് മാസ്? ഇലക്ട്രോൺസിന് ചാർജും മാസും ഉണ്ട് എന്ന് പറഞ്ഞ് അത് കണ്ടുപിടിച്ചത് ആരായിരുന്നു? റോബർട്ട് മില്ലിക്കൺ ആണ്. ഓക്കെ, ഇലക്ട്രോണിന്റെ ചാർജ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വഴി റോബർട്ട് മില്ലിക്കൺ 1909 കണ്ടുപിടിച്ചത്. ഓക്കെ, എന്ത് ടെസ്റ്റ് ആയിരുന്നു ചെയ്തത്? ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് ആണ് ചെയ്തത്. ഓക്കെ, ഹു ഇസ് ക്രെഡിറ്റഡ് വിത്ത് ഇൻവെന്റിംഗ് ദ ടെലിവിഷൻ? TV കണ്ടുപിടിച്ചത് ആരായിരുന്നു? ജോൺ ലോഗി ബെയ്ഡ് ആണ്. ഓക്കെ, ആദ്യത്തെ വർക്കിംഗ് TV ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് ജോൺ ലോഗി ബെയ്ഡ് ആണ്. 1926 അത്. 1926 ജോൺ ലോഗി ബെയ്ഡ് ആണ് ആദ്യത്തെ വർക്കിംഗ് ടെലിവിഷൻ കണ്ടുപിടിച്ചത്. ഓക്കെ, അടുത്തത് ഹു ഡിസ്കവേർഡ് ദ ലോ ഓഫ് ബോയൻസി? ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്ന ലോ ഓഫ് ബോയൻസി ആരാണ് കണ്ടുപിടിച്ചത്? ആർക്കിമിഡിസ് ആണ് അല്ലെ. അത് തന്നെ ഉണ്ട്, ആർക്കിമിഡിസ് തന്നെയാണ് അത് കണ്ടുപിടിച്ചത്. ഓക്കെ, ഹു ഡിസ്കവേർഡ് ദ ലോസ് ഓഫ് മോഷൻ? ലോസ് ഓഫ് മോഷൻ ആരുടെ ലോസ് ഓഫ് മോഷൻ ആണ്? ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. 1687 ന്യൂട്ടൺ എന്ത് ചെയ്തത്? ലോസ് ഓഫ് മോഷൻ പ്രപ്പോസ് ചെയ്തത്. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ഹാൻസ് ലിപ്പർഷേ ആണ്. ഹാൻസ് ലിപ്പർഷേ ആണ് 1608 ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത്. അപ്പൊ ഗലീലിയോ ഗലീലി എന്താ ചെയ്തത്? ഗലീലിയോ ഗലീലി അതിന് മോഡിഫിക്കേഷൻസ് വരുത്തുകയാണ് ചെയ്തത്. കണ്ടുപിടിച്ചത് ഹാൻസ് ലിപ്പർഷേ ആണ്. ഓക്കെ, ഹു ഇൻവെന്റഡ് ദ സേഫ്റ്റി എലിവേറ്റർ? സേഫ്റ്റി എലിവേറ്റർ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഉപയോഗിച്ചത് ആരാണ്? എലിവേറ്റേഴ്സിന് സേഫ്റ്റി ബ്രേക്ക് കണ്ടുപിടിച്ചത് എലീഷ ഓട്ടിസ് ആണ്. 1853 അവരെന്ത് ചെയ്തത്? എലിവേറ്റേഴ്സിന് സേഫ്റ്റി ബ്രേക്ക് കണ്ടുപിടിച്ചത്. സബ്മറൈൻ മുങ്ങിക്കപ്പൽ അല്ലെങ്കിൽ അന്തർവാഹിനി എന്ന് പറയുന്ന സബ്മറൈൻ കണ്ടുപിടിച്ചത് ആരായിരുന്നു? കൊർണേലിയസ് ഡ്രബൽ ആണ്. ഓക്കെ, ആദ്യത്തെ വർക്കിംഗ് സബ്മറൈൻ ഏർലി 1600കളുടെ തുടക്കത്തില് കോർണേലിയസ് ഡ്രബൽ ആണ് വർക്ക് ചെയ്യുന്ന മുങ്ങിക്കപ്പലുകൾ അല്ലെങ്കിൽ അന്തർവാഹിനികൾ രൂപപ്പെടുത്തിയത്. അറ്റോമിക് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? റുദർഫോർഡ് ആണ് അറ്റോമിക് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. എന്ത് വഴി തന്നെയാണ്? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. 1911 അദ്ദേഹം നടത്തിയ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് വഴിയാണ് അദ്ദേഹം അറ്റോമിക് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. ഓക്കെ, ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചത് ആരായിരുന്നു? ഷോൾസ് ആൻഡ് ഗ്ലിഡൻ ആണ് ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചത്. 1868 ആദ്യത്തെ പ്രാക്ടിക്കൽ ടൈപ്പ് റൈറ്റർ വർക്ക് ചെയ്തത്.
ഓക്കെ. പോളിയോ വാക്സിൻ ജോൺ സാൽക്കാണ്. 1955 പോളിയോ വാക്സിൻ നിലവിൽ വന്നത്. കമ്പ്യൂട്ടറിന്റെ മൗസ്, ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിന്റെ മൗസ് കണ്ടുപിടിച്ചത് ആരാണ്? ഡൊഗ്ലാസ് ഏഞ്ചൽ ബാർട്ട് ആണ്. ഡൊഗ്ലാസ് ഏഞ്ചൽ ബാർട്ട് 1960കളിലാണ് എന്ത് ചെയ്തത്? ഈ ഒരു മൗസ് കണ്ടുപിടിച്ചത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത്, ഹു ഇൻവെന്റഡ് വയർലെസ് ടെലിഗ്രഫി? വയർലെസ് ടെലിഗ്രഫി അല്ലെങ്കിൽ റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണി അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം, മാർക്കോണിയാണ് ആദ്യത്തെ വയർലെസ് സിഗ്നൽ. 1895 ആദ്യത്തെ വയർലെസ് സിഗ്നൽ മാർക്കോണി അയച്ചത്. അതാണ് റേഡിയോയുടെ കണ്ടുപിടുത്തമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇനി ഇലക്ട്രിക് ബാറ്ററി കണ്ടുപിടിച്ചത് ആരാണ്? ഇലക്ട്രിക് ബാറ്ററി കണ്ടുപിടിച്ചത് അലസാൻഡ്രോ വോൾട്ട. ഓക്കെ, അലസാൻഡ്രോ വോൾട്ടയാണ് ഇലക്ട്രിക് ബാറ്ററി കണ്ടുപിടിച്ചത്. എന്നാണ് കണ്ടുപിടിച്ചത്? 1800 കണ്ടുപിടിച്ചത്. ഇനി റെഫ്രിജറേറ്റർ ആരാ കണ്ടുപിടിച്ചത്? ജെയിംസ് ഹാരിസൺ. 1856 അദ്ദേഹം ആദ്യത്തെ വർക്കിംഗ് ആയിട്ടുള്ള മെക്കാനിക്കൽ റെഫ്രിജറേറ്റർ ഉണ്ടാക്കിയത്. ഓക്കെ, അടുത്തത് സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരായിരുന്നു? റെനി ലിയനക്കാണ് സ്റ്റെതസ്കോപ്പ് 1816 ഇന്റേണൽ ബോഡി സൗണ്ട്സ് അറിയാനായിട്ട് 1816 റെനി ലൈനക്കാണ് എന്ത് കണ്ടുപിടിച്ചത്? സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാനിവിടെ പ്രൊനൗൺസ് ചെയ്യുന്ന പകുതി പേരുകൾ ചിലപ്പോൾ തെറ്റായിരിക്കും പ്രൊനൗൺസേഷൻ, എനിക്ക് അറിയാം അത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അത് കറക്റ്റ് പ്രൊനൗൺസേഷൻ അറിയുമെങ്കിൽ അങ്ങനെ പഠിച്ചോളൂ. അതല്ല എന്നുണ്ടെങ്കിൽ അത് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ, എന്താണെന്നുള്ള കാര്യം. ഓക്കെ, അടുത്തത്, ഹു ഡിസ്കവേർഡ് ദ മൈക്രോസ്കോപ്പ്? മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ല്യൂവൻ ഹൂക്ക് ആണ് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് അല്ലെ? ആന്റോൺ വാൻ ല്യൂവൻ ഹൂക്ക് ആണ് മൈക്രോസ്കോപ്പ് ഇംപ്രൂവ് ചെയ്ത് മൈക്രോബ്സിനെ കണ്ടുപിടിച്ചത്. ലോ ഓഫ് ഇനേഷ്യ ആരാ കണ്ടുപിടിച്ചത്? ഗലീലിയോ ആണ്. ലോ ഓഫ് ഇനേഷ്യ, അതായത് ന്യൂട്ടൺ പിന്നീട് അതിനെ എന്ത് ചെയ്തു? റിഫൈൻ ചെയ്യാണ് ചെയ്തത്. ആദ്യം അത് കണ്ടുപിടിച്ചത് ഗലീലിയോ ആയിരുന്നു. ഓക്കെ, റേഡിയോ വേവ്സ് കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറിച്ച് ഹെർട്സ് ആണ് റേഡിയോ വേവ്സ്. 1880കളിലാണ് എന്ത് ചെയ്തത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് ഹെൻറിച്ച് ഹെർട്സ് കണ്ടുപിടിച്ചത്. സ്വിങ് മെഷീൻ, നമ്മുടെ തുന്നൽ മെഷീൻ ഇല്ലേ, അത് കണ്ടുപിടിച്ചത് ആരാണ്? ഇലിയാസ് ഹോവ് ആണ്. തുന്നൽ മെഷീൻ, സിങ്കർ ആണ് പിന്നീട് നമ്മൾ അത് ഇംപ്രൂവ് ചെയ്ത് വന്നത്. 1846 ആദ്യത്തെ തുന്നൽ മെഷീൻ കണ്ടുപിടിച്ചത്. ഹു ഇൻവെന്റഡ് ദ ലേസർ? ലേസർ കണ്ടുപിടിച്ചത് ആരാണ്? ലേസർ, ആദ്യത്തെ വർക്കിംഗ് ലേസർ തിയഡോർ മെയ്മാൻ 1960 ഉപയോഗിച്ചത്. 1960 തിയഡോർ മെയ്മാൻ ആണ് ആദ്യത്തെ വർക്ക് ചെയ്യുന്ന ലേസർ ഉപയോഗിച്ചത്. ഓക്കെ, അടുത്തത്, ഹു ഡിസ്കവേർഡ് ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്? ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എക്സ്പ്ലെയിൻ ചെയ്തത് ആൽബർട്ട് ഐൻസ്റ്റീൻ 1905 അതിന് അദ്ദേഹത്തിന് 1921 എന്ത് കിട്ടി? നൊബേൽ പ്രൈസ് കിട്ടി. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എക്സ്പ്ലെയിൻ ചെയ്തത് 1905 1921 അദ്ദേഹത്തിന് അതിന് നൊബേൽ സമ്മാനം ലഭിച്ചു. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് ആരാണ്? മാർട്ടിൻ കൂപ്പർ ആണ് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത്. മോട്ടറോള ആയിരുന്നു ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ. 1973 മോട്ടറോള അവരുടെ ആദ്യത്തെ സെൽഫോൺ എന്നറിയപ്പെട്ടിരുന്ന മൊബൈൽ ഫോൺ ആര് കണ്ടുപിടിച്ചത്? മാർട്ടിൻ കൂപ്പർ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലോകത്തിനെ തന്നെ മാറ്റിമറിച്ച ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 50 കണ്ടുപിടുത്തങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അതെല്ലാം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ വൃത്തിയായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അത് എന്ത് ചെയ്യാം, എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ക്ലാരിഫൈ ചെയ്തു തരാം. അപ്പൊ എന്നും പറയുന്നത് പോലെ നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ടു തുടങ്ങുക, പഠിച്ചു തുടങ്ങുക. ഗ്രൂപ്പ് ഡിക്ക് മാത്രമല്ല, ഇനി വരുന്ന NTPCക്കും ബാക്കിയുള്ള സെക്കൻഡ് സ്റ്റേജ് എക്സാംസിനും എല്ലാം യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ സിലബസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.